ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുറെ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പറയാന്. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ഇന്ന് രാവിലെ തന്നെ ചിക്കനൊക്കെ മേടിച്ചോടുന്നുണ്ടായിരുന്നു കേട്ടോ അനിയത്തിയുടെ ഹസ്ബൻഡ്. അപ്പൊ അവൻ എന്തായാലും അട്ടപ്പാടി പണിയായതുകൊണ്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി എല്ലാം കറിയെല്ലാം അടുപ്പത്ത് വെച്ച് പിന്നെയാണ് കറിവേപ്പിലേക്ക് ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി പറിക്കാൻ വേണ്ടി വന്നതാ കേട്ടോ. കുട്ടികൾക്ക് വറുക്കാനുള്ളത് അടുപ്പത്ത് വെച്ചിരിക്കണു. ചിക്കൻ കറി ആയി. അപ്പം അങ്ങനെ അതെല്ലാം റെഡിയായി. ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണം. അപ്പൊ കുട്ടികൾക്ക് വറക്കാൻ പിടിച്ചേലിക്ക് ഉണ്ടായിരുന്നു, കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിടിച്ച് വെച്ചേലിക്ക് അപ്പൊ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ കൊണ്ടുവന്ന് വെച്ചത് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഷോർട്ട് വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നൊക്കെ ഇടാറുണ്ട്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ആരുടെ മെസ്സേജും കാര്യങ്ങളൊന്നും കാണാറില്ല. ചിലരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കാണാറുണ്ട്, റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. വീഡിയോസ് നമ്മൾ കുറേ പെൻഡിങ് ആയിട്ടും പിന്നെ അതേപോലെ തന്നെ കുറേ ഗ്യാപ്പ് വന്നുകൊണ്ടൊക്കെ നമുക്ക് ആരുടെ വിശേഷങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ആരുടെ ഒരു ഇത് നമുക്ക് ഒന്ന് റീപ്ലേസ് ഒന്നും കേൾക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും ഇന്ന് അനിയത്തിയുടെ വീട്ടിലേക്ക് പോകണം, വനജയുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായി കേട്ടോ പറയണം വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടും കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ 2-3 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഉച്ചയ്ക്ക് ശേഷം അനിയത്തിയുടെ വീട്ടിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷമുള്ള രാത്രിക്ക് ഭക്ഷണം കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. രാശേട്ടന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് അരിയൊക്കെ അടുപ്പത്തിടണം. 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ റെഡി ആവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി അടുപ്പത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുളിയും കുട്ടികളുടെ എല്ലാതും കഴിയുമ്പോഴത്തേനും അവരെയൊക്കെ പുറപ്പെടുവിച്ച് നിർത്തുമ്പോഴത്തേനും ഭക്ഷണം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറേ കുറച്ച് കുറവുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി വെച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോഴത്തേനും തിരിച്ചു വരുമ്പോഴത്തേനും എന്തായാലും കുറച്ച് വൈകും. അപ്പോൾ എന്തായാലും വന്നിട്ടൊന്ന് വെച്ച് കഴിക്കലൊന്നും നടക്കില്ല. മക്കൾക്ക് എന്തായാലും വിശപ്പും അവിടെ നിന്നൊക്കെ അവൾക്ക് കഴിക്കുക. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് കഴിക്കുമായിരിക്കും. ഞങ്ങൾ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കാൻ നിൽക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയിട്ട് ഞങ്ങൾ പുറപ്പെട്ടതൊക്കെ. അങ്ങനെ ഞങ്ങൾ എന്തായാലും പണിയൊക്കെ ഒരുക്കി ഇനി എന്തായാലും കുളിപ്പിക്കണം, മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കണം. പിന്നെ ഞാൻ, അനിയത്തി, അമ്മ എല്ലാവർക്കും കുളിച്ച് ഫ്രഷ് ആവണം കേട്ടോ. അപ്പോൾ അതിനുകൊണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എത്ര മേല് കുളിച്ചാലും നമുക്കൊരു ഇത് കിട്ടൂല. നമുക്ക് അപ്പോൾ നമ്മൾ പോയി മേല് കുളിച്ചാലും ചിലപ്പോൾ നമ്മൾ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം മെല്ലെ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ വെയിലാറിയിട്ടൊക്കെ പോവാ. 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല കുറച്ച് ചൂട് ശമിക്കും ചെയ്യലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ പുറപ്പെടാതെ കുറച്ച് ലേറ്റായിട്ട് അങ്ങനെ നിന്നത് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും അവൾ ജോലിക്ക് പോയിട്ടില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വിശേഷം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വനജയുടെ മോള് വലിയ കുട്ടിയായി കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു കൊണ്ടേ കൊടുക്കാന്നൊക്കെ വിചാരിച്ചു. അവളെ ഒന്ന് കാണാനൊക്കെ പോവാ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ, കുട്ടീനെ കാണാനൊക്കെ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പോയി കാണണം, മക്കളെയൊക്കെ എല്ലാവരെയും ഒക്കെ വിളിച്ച് പുറപ്പെടുവിച്ചിട്ട് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അവിടെ നിന്ന് എത്തിക്കിട്ടിയാൽ മതിച്ചിട്ടാട്ടോ. പിന്നെ എല്ലാവർക്കും ലീവ് വേണ്ട. നേരത്തെ പോവാന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ് കുഞ്ഞിനീയുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനും കൂടി വരട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ഒരാഴ്ചയായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പോവാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ മാറ്റിയതാട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ചത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി പണി ഒരുക്കിയിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇടിയും മഴയൊക്കെ വരുമോന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഉച്ച കഴിയുമ്പോഴത്തേനും ഭയങ്കര ഇടിയും അതേപോലെ തന്നെ മഴക്കോളൊക്കെ ഉണ്ട്. പക്ഷെ മഴ പെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്ന് അവൾ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും വിശേഷം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഫംഗ്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ. അപ്പോൾ അങ്ങനെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു പോയി. അവിടെ വലിയച്ഛൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവരെ വീട്ടിലെത്തുമ്പോഴേക്കും അവർക്ക് തിരിച്ച് ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും അവിടെ എത്തണം. അപ്പോൾ അങ്ങനെ അവർ ക്ഷണിക്കാൻ വന്ന ദിവസമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാനും നിന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും ഒരുപാട് വൈകിട്ടോ. 10 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോഴത്തേനും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ചിരക്കപ്പടി എത്തിയിട്ട് ബേക്കറിയിലൊക്കെ കയറി കുറച്ച് ബേക്കറി ഐറ്റംസും ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചും പോന്നു കേട്ടോ. അവിടെ